ഞങ്ങളിപ്പോൾ ജയ്പൂരിലാണുള്ളത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ന് 25-ാം തീയതി ഡിസംബർ 25, 2023. ഇന്നലെ ആഗ്രയിൽ നിന്നും ട്രെയിനിൽ പുറപ്പെട്ടെങ്കിലും ഒരുപാട് സമയമെടുത്തു. ട്രെയിൻ വളരെയധികം ലൈറ്റായിട്ടാണ്, ഏകദേശം 3 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഹോട്ടലിലെത്തുന്നത്. പുലർച്ചെ രാത്രി 9:30 എത്തേണ്ട ട്രെയിനാണ് പുലർച്ചെ 3 മണിക്ക് എത്തുന്നത്. രാവിലെ നേരം വൈകി ഉറങ്ങിയതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് എണീറ്റതും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ജൽമഹലും അതേപോലെ തന്നെ അംബർ ഫോർട്ടും കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടാണ്. ഈ ജയ്പൂർ ടൗണിലാണെങ്കിൽ മുടിഞ്ഞ തിരക്കും ഭയങ്കര ട്രാഫിക്. ഒരുപാട് സമയമായി ഞങ്ങൾ ഈ ടുക്ടിക്കിൽ ഇങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. ഈ ട്രാഫിക്കൊക്കെ കടന്നിട്ട് നമ്മളെപ്പോഴാണാവോ ഈ സ്ഥലങ്ങളൊക്കെ കാണുക. വൈകിട്ട് 4:30-ക്കാണ് നമ്മുടെ ട്രെയിന് ജയ്സാൽമീറിലേക്ക്. ജയ്പൂരിൽ നമ്മളൊരു കുറച്ച് സമയത്തെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ കണ്ടിട്ട് നമ്മളിപ്പോൾ പിങ്ക് സിറ്റിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഓൾഡ് ജയ്പൂരാണ് ആ പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം വന്ന് പിങ്ക് സിറ്റി എന്ന് പറയുമ്പോൾ ഈ സാഫ്രോൺ കളറാണ്. എൻ്റെ 2ാമത്തെ തവണയാണ് ഞാൻ ഈ പിങ്ക് സിറ്റിയിൽ വരുന്നത്. ഈ സാഫ്രോൺ കളറിനെയാണ് സത്യത്തിൽ പിങ്ക് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ ജയ്പൂർ നഗരം സ്ഥാപിച്ചത് മഹാരാജ സവായ് ജയ്സിംഗ് സെക്കൻഡാണ്. ഈ പിങ്ക് സിറ്റിക്ക് ഈ കളറ് കിട്ടിയ ഒരു കാരണമുണ്ട്. വിക്ടോറിയ രാജ്ഞി ഇന്ത്യ സന്ദർശിച്ച സമയത്ത് 1868 സമയത്തല്ലായിരുന്നു. ആ സമയത്ത് ഒരു ഹോസ്പിറ്റാലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ബിൽഡിങ്ങുകൾക്ക് ഈ സാഫ്രോൺ കളർ, ഈ പിങ്ക് കളർ അടിക്കുന്നത്. ആ സമയത്തെ രാജസ്ഥാനിലെ രാജാവ് എന്ന് പറയുന്നത് മഹാരാജ റാം സിംഗ് ആയിരുന്നു. അന്ന് മുതലാണ് ഇത് പിങ്ക് സിറ്റി എന്നുള്ള രീതിയിൽ ഈ നഗരം അറിയപ്പെടാൻ തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കൺസ്ട്രക്ഷനും ആ പെയിൻറ്റിങ് കൂടി ചേരുമ്പോൾ ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു അസാധ്യ ഭംഗിയാണ്. നിങ്ങൾ നോക്കുക, ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാ പരിപാടിയും പൊളിയുന്നതാണ് തോന്നുന്നത്. എന്തെങ്കിലും കാണാൻ പറ്റിയ കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അമ്മ ഒരു ട്രാഫിക്കാണ്. ടൗണിൽ നിന്നൊക്കെ വിട്ട് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ജൽമഹലിൻ്റെ പ്രദേശമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം അംബർ ഫോർട്ടിനടുത്ത് എത്താനായി. ഞങ്ങൾ ചെറിയൊരു ചുരമുണ്ട്, ഒരു കയറ്റുണ്ട്, അതൊക്കെ കയറി നമ്മളിങ്ങനെ അവിടെ പോവുകയാണ്. ഇവിടെ എത്തിയപ്പോഴും ഈ വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ട്രാഫിക് ഉണ്ട്. നിരവധി വാഹനങ്ങൾ ഈ അംബർ ഫോർട്ട് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ കാണുന്നത്. അംബർ ഫോർട്ടിൻ്റെ ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം ഒരു മതിലിനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കവാടമാണ് ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ കവാടം വളരെ വീതി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സമയം നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്നു. വാഹനങ്ങൾ ഒരു സൈഡിലേക്ക് പോയിട്ടാണ് മറ്റു സൈഡിലേക്ക് കടത്തി വിടുന്നത്. ഈ അംബർ ഫോർട്ട് നമ്മളെ അടുത്തിറങ്ങിയ ആ ജോധ അക്ബർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണിക്കുന്ന സ്ഥലമാണ് ഈ അംബർ ഫോർട്ട്. സവായ് മാൻസിങ്ങിൻ്റെ മകളെയാണ് അക്ബർ കല്യാണം കഴിച്ചത് എന്നാണ്, അക്ബറിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ സമാപനം കുറിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വിശദമായി തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കണ്ട.